8ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ലെസൺ ആയ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന ഷോർട്ട് സ്റ്റോറി നമുക്കൊന്ന് വായിക്കാം. മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കൊച്ചു പയ്യനാണ്. നല്ല രസകരമായ കഥ നമുക്കൊന്ന് വായിക്കാം. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്, പൂച്ചകളെ വരച്ച ബാലൻ. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. ഒരുപാട് കാലം മുൻപ് ജപ്പാനിലെ ഒരു വില്ലേജിൽ വളരെ നല്ലവനായ ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ജീവിച്ചിരുന്നു. They had a number of children and found it very hard to feed them all. അവർക്കുണ്ടായ കുട്ടികളെ നോക്കാൻ, ആഹാരം നൽകാൻ അവർ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. The elder son was strong enough when only 14 years old to help his father. മൂത്ത മകൻ 14 വയസ്സായപ്പോൾ തന്നെ അച്ഛനെ സഹായിച്ചു തുടങ്ങി. And the little girls learned to help their mother almost as soon as they could walk. ഇളയ പെൺകുട്ടികൾ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ഒരു അല്പം മുതിർന്നപ്പോൾ അവര് അമ്മയെ അടുക്കളയിൽ സഹായിച്ചു തുടങ്ങി. But the youngest child, a little boy, did not seem to be fit for hard work. പക്ഷേ ഏറ്റവും ചെറിയ ആൺകുട്ടി അവൻ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന് യോഗ്യനല്ല, കഠിനാധ്വാനം ചെയ്യാൻ യോജിച്ചവനല്ല അവന്റെ ശരീരപ്രകൃതി. He was very cleverer than all his brothers and sisters. പക്ഷെ അവനായിരുന്നു ഏറ്റവും ബുദ്ധിയുള്ളവൻ. അവന്റെ സഹോദരങ്ങളെക്കാളൊക്കെ ബുദ്ധി അവനായിരുന്നു. But he was quite weak and small. പക്ഷെ അവൻ വളരെ ഫിസിക്കലി അത്ര സ്റ്റാമിന ഇല്ല, കണ്ടാൽ മെലിഞ്ഞുണങ്ങിയിരിക്കും, പൊക്കം കുറവാണ്. And people said he could never grow very big. ആൾക്കാർ പറയാൻ തുടങ്ങി അവൻ ഇനി വളരില്ല എന്ന്. So his parents thought it would be better for him to become a priest than to become a farmer. അതുകൊണ്ട് തന്നെ അവന്റെ പേരൻസ്, അച്ഛനും അമ്മയും ചിന്തിച്ചു, ഇവനെ ഒരു കർഷകനാക്കുന്നതിനേക്കാൾ നല്ലതൊരു പ്രീസ്റ്റ്, പുരോഹിതനാക്കുന്നതാണ്. They took him with them to the village temple. അങ്ങനെ ഒരു ദിവസം അവനെയും കൂട്ടി വില്ലേജ് ടെമ്പിളിലേക്ക് അച്ഛൻ പോയി. One day and asked the good old priest who lived there. അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ള പ്രീസ്റ്റിനോട് അദ്ദേഹം ചോദിച്ചു, if he could have the little boy for his acolyte. തങ്ങളുടെ മകനെ അവിടുത്തെ acolyte, സ്റ്റുഡന്റ്, അനുയായി, അദ്ദേഹത്തിന്റെ ഒരു സഹായിയായി നിർത്താമോ എന്ന് ചോദിച്ചു. And teach him all that a priest ought to know. ഒരു പ്രീസ്റ്റ്, പുരോഹിതനാകാൻ പഠിക്കേണ്ട പാഠങ്ങൾ അവനെ അങ്ങ് പഠിപ്പിക്കുമോ എന്ന പ്രായമായ പുരോഹിതനോട് അവന്റെ അച്ഛൻ ചോദിച്ചു. The old man spoke kindly to the lad and asked him some hard questions. വളരെ കരുണയോടെ, ദയോടെ ആ കുട്ടിയുമായി അദ്ദേഹം സംസാരിച്ചിട്ട് പ്രയാസമുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte. വളരെ ബുദ്ധിപൂർവമായ ആലോചിച്ചുള്ള മറുപടി ആയതുകൊണ്ട് അവനെ ആ ടെമ്പിളിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിർത്താൻ അദ്ദേഹം സമ്മതിച്ചു. And to educate him for the priesthood. എന്താണ്? പൗരോഹിത്യം, ഒരു പുരോഹിതനാകാൻ വേണ്ട പാഠങ്ങൾ അവനെ പഠിപ്പിക്കാമെന്ന് ആ ഓൾഡ് പ്രീസ്റ്റ് തീരുമാനിച്ചു. The boy learned quickly what the old priest taught him. വളരെ എളുപ്പത്തിൽ ആ ഓൾഡ് പ്രീസ്റ്റ് പഠിപ്പിച്ച പാഠങ്ങൾ അവൻ പഠിച്ചെടുത്തു. And was very obedient in most things. വളരെ അനുസരണയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി അനുസരിക്കും, പറയുന്നതൊക്കെ കേൾക്കും. But he had one fault. പക്ഷെ ഒരു ഫോൾട്ട് ഉണ്ട്, കുഴപ്പം. He liked to draw cats during study hours. പഠിക്കുന്ന സമയത്ത് അവൻ പൂച്ചകളെ വരയ്ക്കും. And to draw cats even where cats ought not to have been drawn at all. പൂച്ചകളെ വരയ്ക്കാൻ പാടില്ലാത്തടത്തും ഒക്കെ ഇവൻ പൂച്ചകളെ വരച്ചു വെക്കും. Whenever he found himself alone, he drew cats. എപ്പോഴാണോ അവൻ ഒറ്റയ്ക്കാവുന്നത് അവൻ പൂച്ചകളെ വരയ്ക്കും. He drew them on the margins of the priest's book. അവൻ ബുക്കിന്റെ മാർജിനിൽ പൂച്ചകളെ വരയ്ക്കും. And on all the screens of the temple അമ്പലത്തിലെ ഭിത്തികളിലെല്ലാം വരയ്ക്കും. And on the walls and on the pillars. ഭിത്തികളിലും തൂണുകളിലും പില്ലറിലും ഒക്കെ അവൻ പൂച്ചകളെ വരയ്ക്കും. Several times the priest told him this was not right. പല പ്രാവശ്യം പ്രീസ്റ്റ് പറഞ്ഞു ഇത് ശരിയല്ല. But he did not stop drawing cats. പക്ഷെ അവൻ അത് നിർത്തിയില്ല. He drew them because he could
not really help it. ശരിക്കും അവൻ വരച്ചത് അവനങ്ങനെ വരയ്ക്കാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. അതുകൊണ്ട് തന്നെ ആ പ്രീസ്റ്റ് അവനെ എന്താണ് ശകാരിച്ചു. നീ ഒരു നല്ല കലാകാരനാണെന്നൊക്കെ പറഞ്ഞ് അവനെ അഭിനന്ദിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു നല്ല അക്വലൈറ്റ്, നല്ല ഒരു എന്താണ് സഹായി അനുയായി പഠിക്കേണ്ടത് പൗരോഹിത്യമാണ്. പുരോഹിതൻ ആകാൻ പഠിക്കേണ്ട പാഠങ്ങളാണ് പഠിക്കേണ്ടത്. പക്ഷെ നീ ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely. ഒരു ദിവസം അവൻ നല്ല കുറച്ച് പൂച്ചകളുടെ ചിത്രങ്ങൾ പേപ്പർ സ്ക്രീനിൽ വരച്ചത് കണ്ടിട്ട് അയാൾ പറയുകയാണ്, ഓൾഡ് പ്രീസ്റ്റ്, മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. നീ ഉറപ്പായും ഇവിടുന്ന് പോയിരിക്കണം. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. ഒരിക്കലും നീ ഒരു നല്ല പുരോഹിതനാകില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. പക്ഷെ നീ ഒരു നല്ല ആർട്ടിസ്റ്റായി മാറാം. നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഇനി ഞാൻ നിനക്കൊരു അഡ്വൈസ്, ഒരു ഉപദേശം കൂടി തരാം. And be sure you never forget it. ഒരിക്കലും നീ ഇത് മറക്കരുത്. Avoid large places at night. Keep to small. രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറിയിടത്ത് ആയിരിക്കുക. The boy did not know what the priest meant by saying avoid large places, keep to small. ശരിക്കും ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് ലാർജ് പ്ലേസ് ഒഴിവാക്കാനും ചെറുത് തിരഞ്ഞെടുക്കാനും അദ്ദേഹം പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല. He thought and thought while he was trying up his little bundle of clothes to go away. പോകാൻ വേണ്ടി തന്റെ തുണികളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ വീണ്ടും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഓർത്തു. But he could not understand those words and he was afraid to speak to the priest at any more except to say goodbye. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് വീണ്ടും ചെന്ന് ചോദിക്കാൻ, പ്രീസ്റ്റിനോട് ചോദിക്കാൻ അവന് ധൈര്യമില്ലാത്തത് കൊണ്ട് ഗുഡ് ബൈ മാത്രം പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. He left the temple very sorrowfully. വളരെ ദുഃഖത്തോടെ അവൻ അവിടുന്ന് പോയി. And began to wonder what he should do. താൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അവൻ അവിടുന്ന് പോയി. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. അവൻ ചിന്തിച്ചു, താൻ വീട്ടിലേക്കാണ് നേരെ ചെല്ലുന്നതെങ്കിൽ അച്ഛൻ ഉറപ്പായും തന്നെ പണിഷ് ചെയ്യും, ശിക്ഷിക്കും. കാരണം ആ പ്രീസ്റ്റിനെ ഡിസൊബീഡിയന്റ്, അദ്ദേഹത്തിനെ അനുസരിക്കാതിരുന്നതിന്. So he was afraid to go home. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ ഭയപ്പെട്ടു. All at once he remembered that at the next village 12 miles away there was a very big temple. പെട്ടെന്ന് അവനൊരു കാര്യം ഓർത്തു. തൊട്ടടുത്ത ഗ്രാമത്തിൽ 12 മൈൽ അകലെ ഒരു അമ്പലമുണ്ട്, വലിയ അമ്പലമാണ്. He had heard there were several priests at that temple. അവൻ കേട്ടിരുന്നു അവിടെ ധാരാളം പുരോഹിതന്മാരുണ്ടെന്ന്. And he made up his mind. Phrasal verb ആണ്, determined, decided, ഉറപ്പിച്ചു. And he made up his mind to go to them and ask them to take him for their acolyte. അവൻ അങ്ങോട്ടേക്ക് പോയി അവരുടെ അക്വലൈറ്റ്, അനുയായിയായി, സഹായിയായി തന്നെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ അവൻ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. Now that big temple was closed up, but the boy did not know this fact. ശരിക്കും ആ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. ഈ കാര്യം ആർക്കറിയില്ല, ഈ പയ്യൻ. The reason it had been closed up was that a goblin had frightened the priest away. ആ അമ്പലം അങ്ങനെ അടച്ചിടാനുള്ള കാരണം ഗാബ്ലിൻ, ഒരു ഭൂതം അവിടെ കയറിയിരിക്കുന്നു. അത് ഒരു പ്രീസ്റ്റിനെയൊക്കെ വിരട്ടി ഓടിച്ചിരിക്കുകയാണ്. And had taken possession of the place. അതിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോ ശരിക്കും അവിടെ കൈയടക്കിയിരിക്കുന്നത് ഒരു ഭൂതമാണ്, ഗാബ്ലിൻ ഭൂതം. Some brave warriors had afterward gone to the temple at night. രാത്രിയിൽ ബ്രേവ്, ധൈര്യവാന്മാരായ, ധൈര്യശാലികളായ യോദ്ധാക്കൾ അവിടേക്ക് ചെന്നു രാത്രി. To kill the goblin, ആ ഗാബ്ലിനെ കൊല്ലാൻ. But they had never been seen alive again. പക്ഷേ അവരെ ആരെയും പിന്നീട് ആരും ജീവനോടെ കണ്ടിട്ടില്ല.
Nobody had ever told these things to the boy. ആരും ഈ കാര്യങ്ങളൊന്നും ഈ പയ്യനോട് പറഞ്ഞിട്ടില്ല. So he walked all the way to the village hoping to be kindly treated by the priest. ശരിക്കും താൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ കാരുണ്യത്തോടെ, കരുണയോടെ, ദയയോടെ തന്നെ അവർ ട്രീറ്റ് ചെയ്യും, തന്നെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ അവൻ ആ അമ്പലത്തിലേക്ക്, ടെമ്പിളിലേക്ക് പോകുന്നു. When he got to the village, it was already dark. ശരിക്കും അവൻ അടുത്ത വില്ലേജിലേക്ക് എത്തിയപ്പോഴേക്കും ഇരുട്ട്, രാത്രിയായിരുന്നു. And all the people were in bed. നാട്ടുകാരൊക്കെ ഉറങ്ങുകയാണ്, രാത്രിയാണ്. But he saw the big temple on a hill at the other end of the principal street. ശരിക്കും ഒരു തെരുവിന്റെ എൻഡില് അവൻ എന്ത് കണ്ടു? ഒരു മലമുകളിൽ അമ്പലം കണ്ടു. And he saw there was a light in the temple. അവൻ നോക്കിയപ്പോൾ ആ ടെമ്പിളിൽ എന്താണ്? വിളക്ക് കൊളുത്തിയിരിക്കുന്നു. അപ്പോൾ ആളുണ്ടെന്ന് അവൻ കരുതി. People who tell the story say the goblin used to make that light. നാട്ടുകാർ പറയുന്നത് ശരിക്കും ആ വിളക്ക് കൊളുത്തുന്നത് ഗാബ്ലിൻ, ഭൂതമാണ്. In order to tempt lonely travelers to ask for shelter. ശരിക്കും ലോൺലി, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരെ ടെംപ്റ്റ് ചെയ്യാൻ, അട്രാക്ട് ചെയ്യാൻ ആര് കൊളുത്തുന്ന വിളക്കെന്നാണ് നാട്ടുകാർ പറയുന്നത്? ഗാബ്ലിൻ. The boy went at once to the temple. അങ്ങനെ അവൻ അമ്പലത്തിലേക്ക് ചെന്നു. And knocked. കതകിൽ മുട്ടി. There was no sound inside. അകത്തുനിന്ന് ശബ്ദമൊന്നുമില്ല. He knocked and knocked again. അവൻ വീണ്ടും വീണ്ടും തട്ടി. But still nobody came. പക്ഷെ ആരും വന്നില്ല. At last he pushed gently at the door. അങ്ങനെ അവൻ ആ കതക് പുഷ് ചെയ്തു തള്ളി അകത്ത് കയറി. And was quite glad to find that it had not been fastened. ശരിക്കും ആ കതക് ഉറപ്പിച്ചിരുന്നില്ല, അത് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല എന്നത് അവന് വളരെ സന്തോഷമുണ്ടാക്കി. അവനകത്ത് കയറാൻ പറ്റി. So he went in and saw a lamp burning but no priest. അങ്ങനെ അവൻ അകത്ത് കയറിയപ്പോൾ ഒരു വിളക്ക് കത്തിച്ചിരിക്കുന്നു, അത് തെളിയുന്നു. But no priest. ആരും, പുരോഹിതന്മാരാരും അവിടെ ഒന്നുമില്ല. He thought some priest would be sure to come very soon. അവൻ ശരിക്കും ചിന്തിച്ചു, ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് സൂൺ, പെട്ടെന്ന് വരുമെന്ന് അവൻ കരുതി. And he sat down and waited. അവൻ അവിടെ കാത്തിരുന്നു. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. അവൻ നോക്കിയപ്പോൾ എല്ലാം അഴുക്ക് പുരണ്ട്, ഗ്രേ, ചാര നിറത്തില് അഴുക്ക് പുരണ്ടിരിക്കുന്നു. പോരാത്തതിന് കോബ്വെബ്സ് എന്താണ്? ചിലന്തി വല മൂടിയിരിക്കുന്നു എല്ലാറ്റിലും. So he thought to himself that the priest would certainly like to have an acolyte. അതുകൊണ്ട് തന്നെ അവൻ മനസ്സിൽ കരുതി, ഉറപ്പായും ഒരു അക്വലൈറ്റ്, ഒരു സഹായിയുടെ ആവശ്യം ഇവിടെയുണ്ട്. To keep the place clean. ഇതൊക്കെ ക്ലീൻ, വൃത്തിയാക്കിയിടാൻ ഒരു അക്വലൈറ്റിന്റെ സഹായം ആവശ്യമാണെന്ന് അവൻ കരുതി. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens. അവൻ ഇങ്ങനെ ചുറ്റും അവിടെയുള്ള എല്ലാത്തിനെയും അവനിങ്ങനെ നോക്കിയപ്പോൾ അവനെ പെട്ടെന്ന് പ്ലേസ് ചെയ്ത, അവനെ അട്രാക്ട് ചെയ്ത്, അവന്റെ ശ്രദ്ധ അട്രാക്ട് ചെയ്യുന്നത് എന്താണ്? വളരെ വലിയ വെള്ള സ്ക്രീനുകൾ, ചുവര്. ഗുഡ് ടു പെയിന്റ് കാറ്റ്സ് അപ്പോൺ. നല്ല പൂച്ചകളെ വരയ്ക്കാൻ പറ്റിയ ചുവരാണ്. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. അവൻ അവിടെ നിന്ന് കുറച്ച് മഷിയും വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വരയ്ക്കാൻ തുടങ്ങി. He painted a great many cats upon the screens. ധാരാളം പൂച്ചകളെ വരച്ചു. And then he began to feel very very sleepy. ഒരുപാട് വരച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഉറക്കം, ക്ഷീണം വന്നു, ഉറങ്ങാൻ അവൻ പോകുന്നു. He was just on the point of lying down to sleep beside one of the screens. അങ്ങനെ അവൻ ഒരു സ്ക്രീൻ, ഒരു ചുവര് ഭിത്തിക്ക് വരച്ചൊരു ചിത്രത്തിന്റെ അടുത്ത് ഒന്ന് കിടക്കാം എന്ന് കരുതി. When he suddenly remembered the words. പെട്ടെന്ന് അവനൊരു കാര്യം ഓർത്തു. Avoid large places, keep to small. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയിടം ചൂസ് ചെയ്യുക എന്ന ചില വാക്കുകൾ ആ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞത് അവൻ പെട്ടെന്ന് ഓർത്തു. The temple was very large. അവൻ നോക്കിയപ്പോൾ ടെമ്പിൾ വളരെ വലുതാണ്. And he was all alone. പോരാത്തതിന് താൻ ഒറ്റയ്ക്ക്. And as he thought of these words,
though he could not quite understand them. അവൻ ഈ വാക്കുകൾ ഓർത്തു, എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും he began to feel for the first time a little afraid. അവൻ ആദ്യമായിട്ട് ജീവിതത്തിൽ അല്പം ഭയം തോന്നുന്നു. And he resolved to look for a small place in which to sleep. അവൻ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം അന്വേഷിച്ചു. He found a little cabinet with a sliding door. അങ്ങനെ അവൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ക്യാബിനറ്റ്, ഒരു ചെറിയ മുറിയും സ്ലൈഡിംഗ് ഡോർ, നിരക്കി തുറക്കാവുന്ന കഥകളുള്ള ഒരു മുറി. And went into it. അവൻ അങ്ങനെ ആ റൂമിനുള്ളിൽ കയറി. And shut himself up. മുറി അടച്ചു. Then he lay down and fell fast asleep. Lie, L-I-E, lie കിടക്കുക, lay കിടന്നു. അങ്ങനെ അവൻ ഉറങ്ങാൻ കിടന്നു. Very late in the night, he was awakened by a most terrible noise. A noise of fighting and screaming. ഫൈറ്റിങ്ങിന്റെയും സ്ക്രീമിങ്, അലർച്ചയും ഒക്കെ കേട്ടവൻ ഉണർന്നു, ശബ്ദം കേട്ടുണർന്നു. It was so dreadful that he was afraid even to look through a chink of the little cabinet. വളരെ ഡ്രെഡ്ഫുൾ, ഭയാനകമായ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ ആ ഡോറിന്റെ ചിങ്ക് എന്താണ്, വിടവിലൂടെ, കതകിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കാൻ പോലും അവൻ ഭയപ്പെട്ടു. He lay very still, holding his breath for fright. അവൻ വളരെ നിശ്ചലമായിട്ട് ശ്വാസമടക്കി പിടിച്ച് അവിടെ കിടന്നു. The light that had been in the temple went out. ക്ഷേത്രത്തിലെ വെളിച്ചം മങ്ങി. But the awful sounds continued. പക്ഷേ ഭയപ്പെടുന്ന ആ ശബ്ദം അപ്പോഴും തുടർന്നു. And became more awful. കൂടുതൽ ഭയാനകമായി മാറിയ ശബ്ദം. And all the temple shook. ശരിക്കും ആ അമ്പലം shook എന്താണ്, വിറച്ചു. ഷേക്ക് വിറയ്ക്കുക, ഷുക്ക് വിറച്ചു. After a long time silence came. ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ നിശബ്ദമായി. But the boy was still afraid to move. പക്ഷെ അപ്പോഴും ചലിക്കാൻ, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ആ കുട്ടി ഭയപ്പെട്ടു. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. നേരം വെളുത്ത് സൂര്യപ്രകാശം അവൻ കിടക്കുന്ന റൂമിന്റെ കതകിന്റെ ചിങ്ക് വിടവിലൂടെ അകത്ത് വരുന്നവരെയും അവിടുന്ന് അവൻ എഴുന്നേറ്റില്ല. Then he got out of his hiding place very cautiously. പെട്ടെന്ന് നേരം വെളുത്ത് സൂര്യപ്രകാശം കിട്ടിയപ്പോൾ അവൻ എഴുന്നേറ്റ് വളരെ ശ്രദ്ധയോടെ പുറത്തേക്ക് ഇറങ്ങി. And looked about, ചുറ്റും നോക്കി. The first thing he saw was that all the floor of the temple was covered with blood. അവൻ ആദ്യം കണ്ടത് ആ ടെമ്പിൾ, ക്ഷേത്രത്തിന്റെ നിലത്ത് മുഴുവൻ രക്തം. And then he saw lying dead in the middle of it. നോക്കിയപ്പോൾ ആ ടെമ്പിളിന്റെ നിലത്ത് നടുക്കായിട്ട് എന്ത് കിടക്കുന്നു? An enormous monstrous rat. Enormous, വളരെ വലിയ, monstrous, രാക്ഷസീയമായ, എന്താണ്, വളരെ വലിയ ഒരു റാറ്റ്, എലി. A goblin rat bigger than a cow. ഒരു വലിയ പശുവിനേക്കാളും വലിപ്പമുള്ള ഒരു എലി. But who or what could have killed it? ആര് അല്ലെങ്കിൽ എന്താകും ഇതിനെ കൊന്നത്? There was no man or other creature to be seen. അവൻ നോക്കിയപ്പോൾ ഒരാളെയോ ഒരു ജീവിയോ ഒന്നും കാണുന്നില്ല. ഇതിനെ ആരാണ് കൊന്നതെന്ന് അറിയില്ല. Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. പെട്ടെന്ന് അവൻ ചുറ്റും നോക്കി. താൻ വരച്ച പൂച്ചകളുടെ വായിൽ നിന്നും രക്തം ചുവന്നിരിക്കുന്നു. ചുവപ്പ് നിറം പോരാത്തതിന് അതിന്റെ വായില് നനഞ്ഞിരിക്കുന്നു. ആ വായ്ഭാഗം നനഞ്ഞിരിക്കുന്നു. അവിടെ എന്താണ്? ബ്ലഡ്, രക്തമാണ്. Then he knew that the goblin had been killed by the cats which he had drawn. പെട്ടെന്നൊരു കാര്യം അവൻ തിരിച്ചറിഞ്ഞു. ആ ഗാബ്ലിൻ, ആ എലിയെ കൊന്നത്, ഭീമാകാരമായ ആ എലിയെ കൊന്നത് താൻ വരച്ച പൂച്ചകളാണ്. And then also for the first time he understood why the wise old priest had said to him. അന്നേരമാണ് അവൻ തിരിച്ചറിഞ്ഞത് ആദ്യമായി എന്താണ് ആ ഓൾഡ് പ്രീസ്റ്റ് അവനോട് പറഞ്ഞതിന്റെ അർത്ഥം. Avoid large places at night, keep to small. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ ഇടത്ത് തങ്ങാൻ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം
ഇപ്പോഴാണ് ഈ പയ്യന് മനസ്സിലാവുന്നത്. Afterward, that boy became a very famous artist. അതിനുശേഷം ഈ പയ്യൻ വളരെ ഫേമസ് ആയ പ്രശസ്തനായ ഒരു ചിത്രകാരനായി മാറി. Some of the cats which he drew are still shown to travelers in Japan. അവൻ വരച്ച ചില പൂച്ചകളെ ഇപ്പോഴും ജപ്പാനിലെത്തുന്ന ട്രാവലേഴ്സ് സഞ്ചാരികൾക്ക് മുന്നിൽ കാണിക്കാറുണ്ട്.